ദേ വരുവാ. എന്താ നേരത്തെ എത്ര പ്രാവശ്യം വിളിക്കണേ? എന്തൊരു ഉറക്കമാ? വയ്യാടൊക്കെ നമ്മ വിളിച്ചപ്പോൾ നീ അറിയോ? അത് ചേട്ടാ മനുഷ്യ ഇവിടെ തലവേദനയായിട്ട് വന്ന് വിളിക്കുമ്പോൾ അവള് പള്ളി ഉറക്കത്തിലാ. എഴുന്നേറ്റ് പോവോ? പുലർവേള കൺചിങ്ങി വിടരുന്നിതാ ദൂരെ അലയാടി തിരച്ചൂടിയൊഴുകുന്നിതാ ഇരുളല പോകും കുളിരല ചേരും ഇനിയൊരു സുദിനം വരവായി വരവായിതാ. എന്തു ചായ അല്ലേ? ഇപ്പൊ തരാം. ഇതിപ്പോ എവിടെ പോയി? ഏട്ടാ, കുളിക്കാനുള്ള വെള്ളം റെഡിയാണേ. ഏട്ടാ, വെള്ളം വെച്ചിട്ടുണ്ടേ. അമ്മ എഴുന്നേറ്റായിരുന്നോ? പിള്ളേർ എഴുന്നേറ്റില്ലേടി? ഓ ഇല്ലമ്മേ, ഇനി അവരെ വിളിച്ചെഴുന്നേപ്പിക്കാനാ പാട്. മക്കളെ എഴുന്നേക്ക്, സ്കൂളിൽ പോകുന്നില്ലേ? ദേ സമയം പോയി, ഒരുപാട് നേരായി. എഴുന്നേക്ക്. ഇനി എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ വടിയെടുക്കുവേ. മണിക്കുട്ടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയിക്കേ. ഏട്ടാ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടേ. വീണ്ടും ഒരു വാർത്താ ദിനം കൂടി സജീവമാകുന്നു. സംഭവങ്ങൾ സൈനിക ശക്തിയായ റഷ്യയുടെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ യുക്രൈന് സാധിക്കില്ലെന്നും അത് ഉണങ്ങിയിട്ടില്ല, അതാ.
എടി മേത്തേക്ക് വെള്ളം തെറിപ്പിക്കല്ലേ? കുട്ടി വേഗം പല്ല് തേച്ച് വേഗം കുളിച്ചേ. ഞാനല്ല അമ്മ, ഈ ചേട്ടനാ. അത് ഞാൻ എന്ത് ചെയ്തേ? നീയൊക്കെ ഒന്നും ചെയ്തില്ല, അത് തന്നെ. വേഗം കഴിക്കങ്ങോട്ട്, ടി വി നോക്കിക്കൊണ്ട് നിൽക്കാതെ. മതി അമ്മ. ആഹാ, ഇനി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലോ? വിശക്കില്ലേ അങ്ങോട്ട്? കഴിക്കങ്ങോട്ട്. മാറിക്കമ്മ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. രണ്ടാളും അച്ഛമ്മയോട് യാത്ര പറഞ്ഞിട്ട് പോ. അമ്മ ഞങ്ങൾ ഇറങ്ങുവാട്ടോ. അയ്യോ, ചേട്ടാ പോലെ അമ്മ വരുന്നുണ്ട്. ചേട്ടാ മണിക്കുട്ടിയുടെ ബാഗ് വെച്ചിട്ടുണ്ടേ. സോറി അമ്മ. നിന്റെ ഒരു സോറി. എന്താ ഇന്നും മണിക്കുട്ടി ബാഗ് മറന്നോ? ആ ചേച്ചി, എന്ന് പറയാനാ, ഇന്നും മറന്നു. അതെ, ആ മനുവും കൃഷ്ണയും പിരിഞ്ഞോ? അതിനാ ചേട്ടൻ ഗൾഫിൽ നിന്നും വന്നോ? ഇന്നലെ കൂടി ആ ചേച്ചിനെ കണ്ടതാണല്ലോ. അല്ല, നീ ഇത് ആരുടെ കാര്യമായി പറയണേ? ആ അമ്പലത്തിനടുത്തുള്ള കൃഷ്ണയുടെ കാര്യല്ലേ? ഓ, നിന്നോട് ചോദിച്ചാ എന്നെ പറഞ്ഞാ മതിയല്ലോ. ആ പുതിയ സീരിയലിലെ കാര്യ ഞാൻ പറഞ്ഞത്. അയ്യോ ചേച്ചി, അമ്മയ്ക്ക് പാലെടുപ്പത്ത് വെച്ചിരിക്കുന്നു. ഞാൻ പോട്ടേട്ടോ. ഞാൻ തന്നെ കഴിച്ചോളാം മടി. ഞാൻ തരാമേ, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എങ്ങും തീരത്തില്ല. കഞ്ഞി കുടിച്ചു കഴിഞ്ഞിട്ട് അമ്മ മരുന്ന് കഴിച്ചോട്ടോ. ഞാൻ തന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞല്ലേ. നീ എന്റെ പണി നോക്കി എന്തോ. ദേഹത്തുമായി ചുമ്മാ മെനുക്കെടുത്താനായിട്ടവള്. ഹലോ അമ്മേ. അമ്മേ, 2 ദിവസമായിട്ട് പണിക്കാരുണ്ടായിരുന്നു പറമ്പില്. അപ്പോ അതിന്റെ തിരക്കും കാര്യങ്ങളും ആയിരുന്നു. അത് പിന്നെ അമ്മേ, ചെറിയൊരു തലവേദന, അത്രേ ഉള്ളൂ. എന്നിട്ട് മരുന്ന് വാങ്ങിയില്ലേ? ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ. നല്ലൊരു ഡോക്ടറെ കാണിക്കും. അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വാ, ആശുപത്രി പോകാം. അതെങ്ങനെയാ? 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാ കേക്കില്ലല്ലോ. ഞങ്ങൾക്കാണീ പ്രായമായി വരിക. നിനക്കിപ്പോ അച്ഛനെ അമ്മേനൊന്നും വേണ്ടല്ലോ. കെട്ടിയവനും വീടും കുട്ടികളും മതിയല്ലോ. അച്ഛനാണെങ്കിൽ നിന്റെ കാര്യത്തിൽ വലിയ സങ്കടമുണ്ട്. ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ട് അവക്കൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോന്ന് ഇവിടെ ഇടയ്ക്കിരുന്ന് പറയണേ എന്നും. അല്ല, ഞങ്ങളുടെ സങ്കടമൊക്കെ ഇനി ആരോട് പറയാനാ? ശരി അമ്മേ, ഞാൻ വിളിക്കാം. പാട്ട് പാടാൻ പോയിട്ടൊന്ന് മൂളാൻ പോലും സമയമില്ല മോളെ. ഇതിപ്പോ വന്ന് TV വരെ ട്രോളാൻ തുടങ്ങിയോ?
ആ ഹലോ. അല്ലല്ല അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചാലേ നമുക്ക് ജീവിതത്തിലൊരു അർത്ഥമുണ്ട്. അത് നമ്മളെ സ്നേഹിക്കാനും നമുക്ക് സ്നേഹിക്കാൻ ഒരാളുണ്ടാകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. നീ കേട്ടിട്ടില്ലേ കവി പാടിയിരിക്കുന്നത്? പൂമുഖവാതിക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങളാകുന്നു ഭാര്യ, എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങൾ അന്നപൂർണേശ്വരി ഭാര്യ. അങ്ങനെ നമുക്ക് വീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാ.